പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായ ആ വാർത്ത ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷിനെ. ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കൃഷിന്റെ മുന്നിൽ. മാത്രവുമല്ല, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് കൃഷ് സാഗറിനോട്. ഇതോടെ സാഗർ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു. എന്നെ ഇപ്പോൾ ദേവ്ജി വിളിച്ചിരുന്നു. ദേവ്ജി പറഞ്ഞതനുസരിച്ച് നമുക്ക് ഇനി ആ കൊട്ടേഷൻ കിട്ടുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെക്കാൾ വളരെ മികച്ച ഡിസൈനാണ് ബലരാമൻ തയ്യാറാക്കി കൊടുത്തയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസൈൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചിരിക്കുകയാണ് കൃഷ്. മാത്രവുമല്ല, നമ്മുടെ ഡിസൈൻ അത്ര അടിപൊളിയായിരുന്നില്ലേ, അത് പൊളിഞ്ഞു പോകാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അങ്ങനെയായിരുന്നു ഞാനും വിശ്വസിച്ചത്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെ അല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മളെക്കാൾ വളരെ ഗംഭീരമായ ഡിസൈനാണ് ബലരാമന്റെ PR ഗ്രൂപ്പ് പുറത്തു വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഈ കൊട്ടേഷൻ കൊണ്ടുപോയിരിക്കുകയാണ്. നമുക്ക് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുന്ന കൃഷ് ഇനി എന്ത് ചെയ്യും സാഗർ എന്ന് ചോദിച്ചതിനെ തുടർന്ന് എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു അറിവുമില്ല. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത വലിയ തോൽവി തന്നെ ആണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല എന്നത് തന്നെയാണ് സത്യമെന്ന് വ്യക്തമാക്കുന്ന സാഗർ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പെട്ടുപോകും എന്നാണ് തോന്നുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ കൃഷ് ഈ കാര്യത്തിൽ ഇനി തനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കട്ടെ എന്ന് വ്യക്തമാക്കുകയും എനിക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് പോയിരിക്കുകയാണ് കൃഷ്. എന്നാൽ ഇതേ സമയം മനോജ് ആകട്ടെ കൺമണിയെ ചെന്ന് കാണുകയും കൺമണിയോട് നമ്മുടെ വിജയമാണ് ഇതെന്ന് അറിയിക്കുന്നു. കൺമണി വരച്ച ഡിസൈൻ മൂലമാണ് PR ഗ്രൂപ്പിന് ഈ വിജയമുണ്ടായത്. അതുകൊണ്ട് തന്നെ എന്നെ നേരിട്ട് ഫോൺ വിളിച്ച് ബലരാമൻ കൺഗ്രാറ്റ്സ് പറയുകയാണ് ഉണ്ടായത്. ഈ വിജയം നീ കാരണമാണ് എനിക്ക് കിട്ടിയത്. അതിൽ കൺമണി ഞാൻ എന്നും നിന്നെ ഓർമ്മിക്കും. മാത്രവുമല്ല, നിന്നോടുള്ള കടപ്പാട് മാറുകയുമില്ല. അത്രയ്ക്ക് കാര്യമാണ് ഇനി നിനക്ക്. ഇനി നീ ആ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് വരണം. PR ഗ്രൂപ്പിൽ നിനക്ക് വലിയൊരു സ്ഥാനമാണ് കരുതി വച്ചിരിക്കുന്നത്. അത് എന്നോട് ബലരാമൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും എനിക്കില്ല. നിനക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ. ധൈര്യമായി മുന്നിലേക്ക് വരാം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് മനോജിന്. എന്നാൽ കൺമണിയാകട്ടെ താൻ കാരണം അലിഗ ഡിസൈൻസ് തോറ്റുപോയിരിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു. കൃഷിനെയും സാഗറിനെയും ഇനി എങ്ങനെയാണ് ഫേസ് ചെയ്യുക എന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു. ഞാനാണ് ഈ ഡിസൈൻ വരച്ചത് എന്നുള്ള കാര്യം അവർ അറിഞ്ഞാൽ അവർ ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ തയ്യാറാവുകയില്ല. മാത്രവുമല്ല, ഞാൻ അവരോട് ചെയ്തത് ചതി തന്നെയാണ്, ഒരിക്കലും പൊറുക്കാൻ സാധിക്കാത്ത ചതി. അത് എനിക്കും കൃത്യമായി അറിയാമെന്ന് വ്യക്തമാക്കുന്ന കൺമണി ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ്.
ഇതേ തുടർന്ന് കൺമണിയോട് PR ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് തയ്യാറായിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് മനോജ് ചെയ്യുന്നത്. എന്നാൽ കൺമണിയാകട്ടെ മാനസികമായി ആകെ തകർന്നു പോകുന്നു. ഇതേ തുടർന്ന് വീണ്ടും പിറ്റേന്ന് ഓഫീസിലേക്ക് എത്തിയതിനെ തുടർന്ന് എല്ലാവരും വളരെയധികം നിരാശയിൽ ഇരിക്കുന്നത് കാണാൻ ഇടയാവുകയാണ്. ഇതോടെ കൺമണി അവരെ ആശ്വസിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയാണ്. എന്നാൽ കൃഷ് ആകട്ടെ ഇത്രയും നല്ല ഡിസൈൻ ചെയ്തത് ആരാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു ഡിസൈൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് ജീവിതത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യമാണ്. പക്ഷേ ഇതിനൊരു തിരിച്ചടി ഇനി കൊടുക്കുക തന്നെ വേണം. നമ്മളെ ചതിച്ച അയാളെ തിരികെ ചതിക്കണം. പക്ഷേ എങ്ങനെ ചെയ്യണം എന്ന കാര്യം മാത്രമാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ചോദ്യമായി നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന കൃഷ് അവിടെ നിന്ന് പോകുന്നു. സാഗർ തകർന്ന മനസ്സുമായി പോകുന്നത് കൺമണി കാണാൻ ഇടയായതിനെ തുടർന്ന് കൺമണി എന്തു ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ കൺമണിയെ കാണുന്നതിനായി എത്തുന്ന ദേവ്ജി കൺമണിയുടെ സഹോദരനല്ലേ PR ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന കൺമണി ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അതെ സർ എന്ന് മറുപടി നൽകുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് കൺമണി എന്ന് അറിയിച്ചിരിക്കുകയാണ് ദേവ്ജിയുടെ അപ്രതീക്ഷിതമായ വാക്കുകൾ തിരിച്ചടിയായതിനെ തുടർന്ന് ഞാൻ തന്നെയാണ് PR ഗ്രൂപ്പിന് ഡിസൈൻ ചെയ്തു കൊടുത്തത് എന്നുള്ള കാര്യം ദേവ്ജി മനസ്സിലാക്കി എന്ന് തിരിച്ചറിയുകയാണ് അവൾ. ഇതോടെ ഈ കാര്യങ്ങൾ സാഗറും കൃഷും അറിയുമോ എന്ന് കൺമണി ആകെ ഭയപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.